എന്തിനാ മുത്തശ്ശി എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ആ കല്യാണത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെ അല്ലല്ലോ ഞങ്ങൾ അറിഞ്ഞത്. നീ രഹസ്യമായിട്ട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണല്ലോ കേട്ടത്. സത്യം പറ ദേവിക. ദേവിക തന്നെയല്ലേ ചന്ദ്രയുടെ മനസ്സ് മാറ്റിയത്? എന്നിട്ട് അവളെ കൊണ്ട് പറയിച്ചതും ദേവിക തന്നെയല്ലേ? അമ്മ പറയിച്ചെങ്കിൽ പിന്നെ എന്തിനാ അമ്മ ഞാനിപ്പോ കല്യാണം വേണം തീരുമാനിച്ചത്? അയ്യോ, അത് നിന്റെ അതിബുദ്ധി. നീ വേണ്ടെന്ന് പറയുമ്പോ എല്ലാരും കൂടി നിന്നെ നിർബന്ധിക്കും. അപ്പൊ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കാണെന്നുള്ള മട്ടില് നീ അങ്ങ് സമ്മതിക്കും. ഇത്രയും കാലം സുധി സുധീന്നും പറഞ്ഞ് നടന്നവൾക്കേ പെട്ടെന്നൊരു ദിവസം മനസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ. അതിന് നീ ഒരുക്കുന്ന അരങ്ങായതൊക്കെ. ഇവിടെ നിന്നെ നിർബന്ധിക്കാനൊന്നും ആരും പോകുന്നില്ല. അതിന്റെ ബലത്തിൽ നീ കല്യാണം കഴിക്കാനും പോകുന്നില്ല. എനിക്ക് കല്യാണം വേണ്ട മുത്തശ്ശി. എന്റെ മനസ്സിൽ ഇപ്പോഴും എന്റെ സുധിയേട്ടൻ തന്നെയാ. ദേവികയുടെ മനസ്സിൽ എന്താണെന്ന് ശരത്ത് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ശരത്തുള്ളതാ ഒരാശ്വാസം. അല്ലെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ശരത്തിനെ നിങ്ങൾ വിശ്വസിച്ചോളൂ അമ്മേ. ഇന്നല്ലെങ്കിൽ നാളെ ശരത്ത് ശരിക്കും ആരായിരുന്നു നിങ്ങൾ തിരിച്ചറിയും. ഇനി അവന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കണ്ട. ദേ 30 ദിവസത്തെ കണക്കൊന്നും മറന്നിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും 30 ദിവസം കഴിഞ്ഞ് നിന്നെ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല. പൊയ്ക്കോണം എവിടുന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാ. പിന്നെ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കോ. ഒന്ന് നീ കുറിച്ചു വെച്ചോ. നിന്റെ കല്യാണത്തിന് മുൻപ് ശരത്തും നിത്യമോളും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. അതൊരിക്കലും നടക്കില്ല അമ്മേ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല തീരുമാനിക്കുന്നത്, അവരാ, ശരത്തും നിത്യയും. പക്ഷേ അതവര് തീരുമാനിക്കില്ല. അവളെന്താ അങ്ങനെ പറഞ്ഞത്? ഭ്രാന്ത് അല്ലാതെ എന്താ? അവള് പറയുന്നൊന്നും വിശ്വസിക്കാൻ പോണ്ടമ്മേ. അതിന് നിന്നാ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. അമ്മ വാ. എന്തൊക്കെയാ വാങ്ങണ്ടേ? കുറച്ച് അത്യാവശ്യ സാധനങ്ങള്. അതെ, നിങ്ങളെങ്ങോട്ട് പോവാ? കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. വാടക വീട്ടിലേക്ക്. അപ്പോ നിങ്ങൾ ഇവിടുന്നൊന്നും കൊണ്ടുപോകുന്നില്ലേ? ഇല്ല. മണ്ടത്തരം പറയല്ലേ എന്റെ അക്ഷരെ. അപ്പോ ഇവിടത്തെ സാധനങ്ങൾ മുഴുവൻ തങ്കച്ചി എടുത്തോട്ടേന്നാണോ? അവരെടുക്കോ എടുക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എനിക്ക് എന്തായാലും വേണ്ട. പിന്നെ ഇവിടെയുള്ള ഇത് മുഴുവൻ എന്ത് ചെയ്യും? നീരഞ്ജനെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി വേളെ. എന്റെയും കൂടി തീരുമാനം അപ്പച്ചി അക്ഷര പറഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് ഒന്നും എടുക്കുന്നില്ല. എടി, നിന്റെ ഡാഡിക്കോ ബുദ്ധിയില്ലാതായി പോയി. അതേ ബുദ്ധിയില്ലായ്മ മോളും കൂടി കാണിച്ച എന്ത് ചെയ്യും? വീടിപ്പോഴും തങ്കച്ചിക്ക് ഒഴിപ്പിക്കാൻ പറ്റത്തില്ലെന്നല്ല ഡാഡി പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ഡാഡിക്കുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ മാറ്റുന്നത് ശരിയല്ലല്ലോ. നീ ഇപ്പോഴും ഡാഡിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? കഷ്ടം. ഡാഡി അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോ എങ്ങനെയാ അപ്പച്ചി വിശ്വസിക്കാതിരിക്കുന്നേ? അത് മാത്രമല്ല, സ്വന്തമായിട്ടൊരു ജീവിതം തുടങ്ങാൻ പോവാ ഞങ്ങള്. അതിന് ആരുടെ സഹായം വാങ്ങാൻ പാടില്ലെന്നാ ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം. പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ എല്ലാം ഒന്നിന്ന് തുടങ്ങണമെന്നുണ്ട് ഞങ്ങൾക്ക്. എന്ത് വേണമെങ്കിലും ആയിക്കോ. ഞാൻ പക്ഷേ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കും. എനിക്ക് നിങ്ങളെ പോലെ വട്ടില്ല. ഇത് വട്ടല്ല അപ്പച്ചി, ഞങ്ങളുടെ തീരുമാനം. ആയിക്കോ. അവസാനം തങ്കച്ചി എല്ലാം കൊണ്ടുപോകുമ്പോ മനസ്സിലാവും. അപ്പച്ചി പറഞ്ഞതിലും കാര്യമില്ലാതില്ല. നമ്മൾ എന്താ തീരുമാനിച്ചത് അതിന്ന് മാറാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്നും വേണ്ട. എനിക്ക് വേണം. എന്ത്? നിന്നെ. നടക്കങ്ങോട്ട്. റൊമാൻസ് പറയാൻ കണ്ടൊരു സമയം. കുറച്ചുകൂടി വലിയൊരു ചാക്ക് വാങ്ങിയിരുന്നെങ്കിൽ ഈ വീട് തന്നെ അതിലിട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ കാഞ്ചനെ. ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ്?
എവിടുന്നോ വന്ന ഏതെങ്കിലും ഒരുത്തി ഇതെല്ലാം അനുഭവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഞാനിതൊക്കെ കൊണ്ടുപോകുന്നേ. കൊണ്ടുപോയിക്കോ, എല്ലാം കൊണ്ടുപോയിക്കോ. അങ്ങനെയെങ്കിലും ഈ ആർത്തി ഒന്ന് തീരുമല്ലോ. ആരാ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്? നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിലേ എനിക്കിപ്പോ ഈ പാത്രങ്ങൾ എടുത്ത് ചാക്കിൽ വെക്കേണ്ടി വരില്ലായിരുന്നു. ആ വീട്ടിലെ ആണുങ്ങൾ നന്നാവണം, അല്ലെങ്കിലേ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പലതും ചെയ്യേണ്ടി വരും. എന്നെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിലും എല്ലാവർക്കും നല്ല മിടുക്ക. എന്താ കുറ്റപ്പെടുത്തിയാല്? നിങ്ങളൊരൊറ്റ ആള് കാരണം ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. ഈ വീട് അവൾ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. തൽക്കാലം എല്ലാവരും അതുമാത്രം മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ തങ്കച്ചിയെ ഒഴിവാക്കും? അതിനെന്തെങ്കിലും വഴി കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വപ്നം കണ്ടോണ്ടിരിക്കാനേ ആർക്കും പറ്റും. അതാ നിങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. മനോരാജ്യം കാണലെ നിർത്തിയിട്ടേ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വാ. അപ്പ മനസ്സിലാവും 2 ദിവസം കഴിയുമ്പോ ഈ വീട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നിന്നെ ഒന്നും തിരുത്താൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. നീ ഒന്ന് മനസ്സിലാക്കിക്കോ. നിന്റെ മകൻ എന്നോട് ചെയ്ത ക്രൂരതകളോളം വരില്ല സീതാലക്ഷ്മി ഇപ്പൊ എന്നോട് ചെയ്യുന്നത്. പഴയതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീയടക്കം സകലരും എന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ തോന്നിയാസങ്ങൾക്കൊക്കെ രക്തസാക്ഷിയാവാൻ എപ്പോഴും ഈ ഞാനും. പഴംപുരാണം പറഞ്ഞോണ്ടിരുന്നാലേ അവിടെ ഇരിക്കേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം എന്റെ മോനാണോ? അല്ലല്ലോ, അവളല്ലേ ആ തങ്കച്ചി. അവളെ ഒഴിവാക്കാനുള്ള വഴി ആലോചിക്കുന്നതിന് പകരം എന്നോട് ഗുസ്തിക്ക് വന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. അല്ലെങ്കിലേ ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്താ എടുക്കാത്തെന്നറിയോ? നിങ്ങക്ക് വേണ്ടി വെക്കുന്നതാ. സൂക്ഷിച്ചു വെച്ചോ, ഉപയോഗം വരും. പിച്ചു തണ്ട പിടിക്കും. പറ വക്കീലേ. ഡോക്ടറെ, എന്താ സർ ചന്ദ്രയ്ക്ക് പറ്റിയത്? ശരിക്കും അവള് മാറിയത് തന്നെയാണോ? അതോ എന്തു പറ്റി? അല്ല, ഞാനും ദേവികയും തമ്മിൽ കല്യാണം കഴിക്കണമെന്നാ ചന്ദ്ര പറയുന്നത്. പണ്ടതിന് സമ്മതിക്കാതിരുന്ന ഒരാളാ. മാറ്റം നല്ലതല്ലേ? അതാണ്. എന്നാലും അതിന്റെ പിന്നിലുള്ള ഉദ്ദേശമാണ് പിടികിട്ടാത്തത്. സംശയിക്കേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞത് നടപ്പിലാക്കാനുള്ള വഴി നോക്ക്. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അതിന് ഞാനും ചന്ദ്രയെ മാത്രം വിചാരിച്ച പോരല്ലോ, ദേവികയും കൂടി സമ്മതിക്കണ്ടേ? ഇതുവരെ അങ്ങനൊരു സമ്മതം എനിക്ക് കിട്ടിയിട്ടില്ല. ഇടപെടണോ? ഒരു ദൂത് എന്തായാലും വേണ്ടിവരും. അതിനും കൂടിയാ ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചത്. ഡോക്ടർ വിളിച്ചൊന്ന് സംസാരിക്കണം ദേവികയോട്. സംസാരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയരുത്. ഒരിക്കലുമില്ല. നയത്തില് എൻ്റെ ഒരു സജഷൻ പോലെ ഞാൻ അവതരിപ്പിച്ചോളാം. സമ്മതിക്കുന്നൊന്നും അറിയില്ല, എന്നാലും ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. സമാധാനമായിട്ടിരിക്കേ. ദേവികയോടുള്ള വക്കീലിന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അത് നടന്നിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. ദേവിക അല്ലാതെ മറ്റാരെയും എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് പറ്റുന്നില്ല ഡോക്ടർ. കൂൾ മാൻ, ഞാൻ ശരിയാക്കി തരാം. താങ്ക് യു ഡോക്ടർ. ചന്ദ്രയെ അവസാനം സമ്മതിച്ചു.
ഇനി വേണ്ടത് ദേവികയുടെ സമ്മതം മാത്രം.